എറണാകുളം പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു വീണു. RDS അവന്യൂ 1 ഫ്ളാറ്റിന്റെ പില്ലറാണ് തകർന്നത്. ഒരു ബ്ലോക്കിലുള്ള ആളുകൾ മാറിയിട്ടുണ്ട് എന്ന വിവരം അവിടെ നിന്ന് വിഷ്ണു പ്രകാശ് പങ്കുവയ്ക്കുന്നു. വിഷ്ണു, എന്താണ് സംഭവിച്ചത്? രതീഷ്, ഇപ്പോൾ നമ്മളുള്ളത് കടവന്ത്രയിലുള്ള ഒരു ഫ്ലാറ്റിലാണ്. പാസ്പോർട്ട് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന RDS അവന്യൂ 1 എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിന് മുന്നിലാണ് നമ്മളുള്ളത്. ഈ ഫ്ലാറ്റിന്റെ ഈ കാണുന്ന ബ്ലോക്കിന്റെ താഴെ ഉള്ള ഒരു പില്ലറാണ് അവിടെ നിന്നും അടർന്നു പോയിരിക്കുന്നത്. ആ പില്ലറിന്റെ ഒരു ഭൂരിപക്ഷം ഭാഗങ്ങളും അടർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ എത്തിയതോടുകൂടി നമ്മൾ എത്തുന്നതിന് മുൻപായിട്ട് അവർ ആ ദൃശ്യങ്ങൾ പുറത്തോട്ട് വരാതിരിക്കാനായി അവർ ടർപ്പായ വെച്ച് അവിടെ മൂടിയിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള തരത്തിൽ തന്നെ അവിടെ നിന്നും ആ കോൺക്രീറ്റ് പാളികൾ അവിടെ നിന്നും അടർന്നു പോയി എന്നുള്ളൊരു വിവരമാണ് ഇവിടെ കൂടി നിന്ന നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. എന്നൊക്കെ പറയുമ്പോൾ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു, താഴേക്ക് വീണു എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു അപകടം എന്ന നിലയിലാണല്ലോ സാധാരണ നിലയിൽ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഈ ദൃശ്യം കാണുമ്പോൾ, ഫ്ളാറ്റിന്റെ ഉയരം കാണുമ്പോൾ, അതിന്റെ വലിപ്പം കാണുമ്പോൾ, ഈ മൂടിക്കെട്ടിയിരിക്കുന്നത് കാണുമ്പോൾ ഗൗരവമുള്ളൊരു സംഭവമാണോ അവിടെ? തീർച്ചയായും അവിടെ ഇപ്പോൾ ഇത് ആദ്യം കണ്ട ഒരു ആള് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എങ്ങനെയായിരുന്നു? ഭയങ്കര ഭീകരമായിട്ടുള്ള ദൃശ്യമാണോ അതിന്റെ ഉള്ളിൽ? എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ച് പറഞ്ഞത്. പുള്ളീനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വലിയൊരു അവസ്ഥയിലെ ഫ്ലാറ്റ് നിൽക്കേണ്ടത്, കാരണം പില്ലർ മൊത്തത്തിൽ പൊട്ടിയിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വരികയും കുറച്ച് കയറി കണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരു അടിച്ച് പുറത്താക്കി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പില്ലർ മൊത്തത്തിൽ പൊട്ടി എപ്പോൾ വേണമെങ്കിൽ ഫ്ലാറ്റ് വീഴാന്ന് നിലനിൽക്കണം. ഒരു സൈഡ് മൊത്തം ഇടിഞ്ഞും പോയിട്ടുണ്ട്. പക്ഷെ ഇവർ ആരെ അറിയിക്കാതെ, ഇവരെ പോലീസ് സ്റ്റേഷനിലോ കൗൺസിലറിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫയർഫോഴ്സിനെ ആരെ അറിയിക്കാതെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അറിഞ്ഞതിൽ ഇപ്പോൾ എല്ലാവരും വിളിച്ച് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഈ ഫ്ലാറ്റിലുള്ള മുഴുവൻ ആൾക്കാരും മാറിക്കൊണ്ടിരിക്കുക. ഈ ബ്ലോക്കിലുണ്ടായ മുഴുവൻ ആൾക്കാരും രാവിലെ തന്നെ മാറിയിട്ടുണ്ട്. എല്ലാവരും കമ്പിയെല്ലാം പുറത്ത്. അതായത് പറഞ്ഞത് ഒരു പില്ലർ മൊത്തത്തിൽ പൊട്ടി തകർന്നിരിക്കുക. വല്ലാത്തൊരു ഭീകരാവസ്ഥയിലാണ് ഇപ്പോൾ ഫ്ലാറ്റ് നിൽക്കുന്നത് തന്നെ. പക്ഷെ ഇവർ പുറത്ത് അവരുടെ പേര് പോകും എന്നുള്ള ഇത് കൊണ്ടിട്ട് അവർ അറിയിക്കാതെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ്, അതായത് ഈ പില്ലറിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഒരു പില്ലർ പൂർണ്ണമായും തകർന്ന നിലയിൽ എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. നമ്മൾ എത്തിയപ്പോഴത്തേനും ഇവിടുത്തെ ദൃശ്യം പുറത്തു വരാതിരിക്കാൻ അവർ പായ വെച്ച് മൂടിയിരിക്കുകയാണ്. അല്പം മുമ്പ് നമ്മൾ ഇവിടുത്തെയുള്ള കെയർ ടേക്കറുമായി ബന്ധപ്പെടാൻ അവരായി സംസാരിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അവരാരും തന്നെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. പോലീസ് എത്തി. പോലീസ് അവരോട് വിവരങ്ങൾ ചോദിച്ചു. അപ്പോൾ പോലീസും പറഞ്ഞത് ഇത്തരത്തിൽ കോൺക്രീറ്റ് പാളികൾ അവിടെ നിന്ന് അടർന്നു പോയിട്ടുണ്ട്. എന്നാൽ മറ്റ് ആളുകൾ താമസിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അടക്കം അവിടെ നിന്നുള്ള ആളുകളെല്ലാം ഒഴിപ്പിച്ചു. അവരെല്ലാം നിലവിൽ ഇതിനോടകം തന്നെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്നൊരു വിവരമാണ് പോലീസും പറയുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇവിടെ തുടരുന്നുണ്ട്. അവർ അതിന്റെ പരിശോധനകൾ നടത്തുന്നു, മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഫ്ളാറ്റ് അസോസിയേഷനുമായി ഇവർ ബന്ധപ്പെട്ടപ്പോൾ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം RDS അവന്യൂ 1 ഒരു 10 വർഷത്തിന് മുകളിലായി നിൽക്കുന്ന ഫ്ളാറ്റാണ്. അപ്പോൾ ഈ ആളുകൾ ഫ്ളാറ്റ് വാങ്ങിയ ഉടമകൾക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അതിന്റെ ഓണർഷിപ്പ് അവരുടെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. RDS അവന്യൂ 1 അതിഗൗരവമായ ഒരു വാർത്തയാണ് വിഷ്ണു പ്രകാശ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫ്ളാറ്റിന്റെ പില്ലർ തകർന്ന് വീണു എന്നതാണ് അവിടെ നിന്ന് അവിടുത്തെ ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. ആ ഒരു ബ്ലോക്കിലെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അപകടകരമായ സ്ഥിതിയുണ്ട്. അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്, അക്കാര്യങ്ങളിലൊക്കെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്.